ഈ നമ്മുടെ 10 വർഷമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ പറ്റിയിട്ട് എന്താണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? പറ്റിയിട്ട് ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ, അയാള് മുത്തം കള്ളനെന്ന് എല്ലാവർക്കും അറിയാലേ, കട്ടും മുടിക്കുന്ന ഒരാള് എല്ലാവർക്കും അറിയാം. ഉറപ്പഞ്ഞ 100-ൽ എത്ര മാർക്ക് കൊടുക്കും അദ്ദേഹത്തിന്? അദ്ദേഹത്തിനാ 100-ല് ഒരു മാർക്കും കിടക്കാൻ പറ്റില്ല. അപ്പൊ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം യോഗ്യനല്ല എന്നാണ് പറയുന്നത്. യോഗ്യനല്ല, 100% യോഗ്യനല്ല അയാള്. ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കണോ? എന്താണ് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്ന സമയത്തുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? അവര് പറയണത് മാറി ചിന്തിക്കണം എന്ന് തന്നെ പറയണത്. നമുക്ക് ഒരു ഉപകാരം ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ട് എന്താ കാര്യം? അവര് മാറിപ്പോട്ടെ എന്ന് പറയുന്നത്. അവരൊന്നും തന്നെ നാടിന് വേണ്ടി ചെയ്തിട്ടില്ല. പിന്നെ LDFന്റെ ഭരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിണറായി വിജയൻ ഈ കൊള്ള നടത്തുകയല്ലേ ശരിക്കും ചെയ്യുന്നത്. എന്താണ് നാടിന് വേണ്ടി ചെയ്യുന്നത്? അവരുടെ കീശ വീർപ്പിക്കാന്നല്ലാണ്ട് വേറെ വല്ലതും ചെയ്യുന്നുണ്ടോ? അതൊക്കെ തന്നെയാണ് NDAക്ക് കൂടുതൽ മുൻതൂക്കം കിട്ടാൻ കാരണം. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്നായിരുന്നു ചേച്ചി? ഷീബ. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? നമ്പഴിക്കാട്. ചേച്ചി, TN പ്രതാപൻ എന്ന് പറയുന്ന മുൻ MP, അദ്ദേഹം വീണ്ടും തൃശ്ശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. നിങ്ങളുടെ മണ്ഡലത്തിൽ എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? അത് തോറ്റ് തൊപ്പിയിടും. കാരണം എന്ന് വിചാരിച്ച കഴിഞ്ഞ പ്രാവശ്യം MP ആയിട്ട് ആ വഴിക്ക് വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന്റെ ഇത് അറിയാനായിട്ട് മുന്നേ അയാളുടെ പോസ്റ്റൊക്കെ ഒട്ടിച്ചിട്ട് പിന്നെ മുരളീധരൻ വന്നു. പിന്നെ പൊങ്ങിയത് ഇപ്പോഴാ. ഇപ്പൊ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാനായിട്ട് മുന്നേ തന്നെ അയാളുടെ പോസ്റ്റൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു നല്ല കാര്യമല്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, മറ്റുള്ളവരെ പോസ്റ്റ് ഒട്ടിക്കണം, അതൊക്കെ കീറിക്കളയും. അതൊന്നും പാടില്ലല്ലോ. അങ്ങനത്തെ TN പ്രതാപൻ ഇവിടെ MP ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. അയാള് വോട്ട് ചെയ്തിട്ട് അങ്ങനെ പോയതാ. പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴെ തല വെക്കണം. ഇപ്പൊ ഈ TN പ്രതാപൻ പറയുന്ന അദ്ദേഹം ജയിക്കും, 10,000 വോട്ടിന് ജയിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന. അത് വെറുതെ പറയണത്. അയാൾ ജയിക്കില്ല. ജയിക്കാൻ ഞങ്ങളെ ജയിക്കുള്ളൂ. NDA. BJP ജയിക്കും, ഉറപ്പാ. BJP ജയിക്കുമെന്ന് പറയാൻ ജയിക്കുന്ന വെച്ചാൽ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട്. അപ്പൊ BJP തന്നെ ജയിക്കുള്ളൂ. തൃശ്ശൂരിലെ MP ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രചരണത്തിന് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടോ? വരുമോ? ആൾക്ക് നേരണ്ടെങ്കിൽ ഇറങ്ങും. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇറങ്ങണ്ടല്ലോ. അത് മതിയല്ലോ. ധാരാളം മതി. മണലൂർ മണ്ഡലത്തിൽ താമര വിരിയുമെന്നാണ് ചേച്ചി? വിരിയും, ഉറപ്പാ. ചേച്ചി, ഇവിടുത്തെ LDFന്റെ MLA അല്ലെങ്കിൽ മുൻ MLA, ഈ അദ്ദേഹത്തെ പറ്റിയിട്ട് എന്താണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി എന്താണ് ചേച്ചിയുടെ കാഴ്ചപ്പാട്? അതേപോലെ ഞങ്ങളുടെ വീടിന്റെ ആ ഭാഗത്ത് റോഡൊക്കെ കൊള്ളായിട്ടാണ് എടുക്കണം. ഇതുവരെ അയാൾ എത്ര പ്രാവശ്യം ഞങ്ങൾ അവിടെ നിരാഹാരം ഇരുന്നു, സമരം എടുത്തു, എന്നിട്ടൊന്നും അയാളെ വഴിക്ക് നോക്കിയിട്ടില്ല. ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്താണ് അയാളുടെ വീട്, MLAയുടെ വീട്, പെരുന്നെല്ലിയുടെ വീട്. ഇപ്പൊ ഈ നമ്മുടെ 10 വർഷമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ പറ്റിയിട്ട് എന്താണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? പറ്റിയിട്ട് ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ, അയാള് മുത്തം കള്ളനെന്ന് എല്ലാവർക്കും അറിയാലേ, കട്ടും മുടിക്കുന്ന ഒരാള് എല്ലാവർക്കും അറിയാം. ഉറപ്പഞ്ഞ 100-ൽ എത്ര മാർക്ക് കൊടുക്കും അദ്ദേഹത്തിന്? അദ്ദേഹത്തിനാ 100-ല് ഒരു മാർക്കും കിടക്കാൻ പറ്റില്ല. അപ്പൊ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം യോഗ്യനല്ല എന്നാണ് പറയുന്നത്. യോഗ്യനല്ല, 100% യോഗ്യനല്ല അയാള്. ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കണോ? എന്താണ് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുന്ന സമയത്തുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? അവര് പറയണത് മാറി ചിന്തിക്കണം എന്ന് തന്നെ പറയണത്. നമുക്ക് ഒരു ഉപകാരം ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ട് എന്താ കാര്യം? അവര് മാറിപ്പോട്ടെ എന്ന് പറയുന്നത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു ചേച്ചി? ലീന. ചേച്ചി, ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് മണലൂർ മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാട്? ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് മുൻതൂക്കം? NDAക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത്. പല എന്താ പറയാ, ഇപ്പൊ UDF ആണെങ്കിൽ തന്നെയും LDF ആണെങ്കിൽ തന്നെയും പല കാലുകളായിട്ട് ഇതിനെ ദുർഭരണം തന്നെ പറയാൻ പറ്റുള്ളൂ. അവരൊന്നും തന്നെ നാടിന് വേണ്ടി ചെയ്തിട്ടില്ല. പിന്നെ LDFന്റെ ഭരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിണറായി വിജയൻ ഈ കൊള്ള നടത്തുകയല്ലേ ശരിക്കും ചെയ്യുന്നത്. എന്താണ് നാടിന് വേണ്ടി ചെയ്യുന്നത്? അവരുടെ കീശ വീർപ്പിക്കാന്നല്ലാണ്ട് വേറെ വല്ലതും ചെയ്യുന്നുണ്ടോ? അതൊക്കെ തന്നെയാണ് NDAക്ക് കൂടുതൽ മുൻതൂക്കം കിട്ടാൻ കാരണം. പിണറായി വിജയൻ സർക്കാരിന് 100-ൽ എത്ര മാർക്ക് കൊടുക്കും ചേച്ചി? 0. യെസ്. അപ്പൊ ഇവിടെ ഈ മുരളി പെരുന്നെല്ലി എന്ന് പറയുന്ന നിങ്ങളെ മുൻ MLA, അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന കാര്യങ്ങള് സംതൃപ്തരാണോ ഇവിടുത്തെ നാട്ടുകാർ? ഒരിക്കലും അല്ല. ഈ മുരളി പെരുന്നെല്ലി എന്ന് പറഞ്ഞ ആള് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഭാഗത്ത് വന്നതല്ലാണ്ട് ഈ ഒരു മനുഷ്യനെ വേറൊരു സമയത്ത് ഇയാളെ കാണാറില്ല. ഇയാൾ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല ഈ നാടിന് വേണ്ടിയിട്ട്. അയാൾക്ക് അതിൽ താല്പര്യമില്ല. അതാണ് ഇപ്പൊ നമ്മുടെ വാടാൻപള്ളി പഞ്ചായത്തിന് വേണ്ടി ഒന്നും ചെയ്തതായിട്ട് അറിവില്ല. ഇപ്പൊ ഈ TN പ്രതാപൻ വീണ്ടും സ്ഥാനാർത്ഥിയാവുകയാണല്ലോ. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലുള്ള ബന്ധങ്ങൾ, അതൊക്കെ വോട്ടായി മാറാനുള്ള സാധ്യത ഉണ്ടോ? അത് കുറവാണ്, സാധ്യത കുറവാണ്. കാരണം
MP ആയിരുന്ന സമയത്തും അങ്ങനെ യാതൊന്നും ഈ വാടാനപ്പള്ളി പഞ്ചായത്തിലാവട്ടെ മണലൂർ മണ്ഡലത്തിലാവട്ടെ ഒന്നും ചെയ്തതായിട്ട് അറിവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അടുത്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതലും NDAക്കാണ് സ്റ്റാൻസ്. ഇപ്പോൾ ഈ KK അനീഷ് കുമാറിനെ പോലെയുള്ള ആളുകളുടെ ഒരു അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന പ്രവർത്തകരെല്ലാവരും തന്നെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപി വിജയിപ്പിക്കാൻ ഒരുപാട് പരിശ്രമിച്ച ആളുകളാണ്. അത് നടപ്പിലാക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു. അപ്പൊ അത് ആ ഒരു പ്രവർത്തനം ഈ തൃശ്ശൂർ മോഡൽ വർക്ക് മണലൂരിൽ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റും. തീർച്ചയായും ഞങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കാണ്. രാത്രി ഞങ്ങള് അനീഷ് കുമാറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? എന്റെ പേര് സൗമ്യ സുഭാഷ്. എവിടെ സ്ഥലം എവിടെയാണ്? നമ്പഴിക്കാട് പറയും. പഞ്ചായത്ത് കണ്ടാൻശ്ശേരി പഞ്ചായത്ത്. ചേച്ചി ഇപ്പോ മണലൂർ നിയോജക മണ്ഡലത്തിൽ ഒരു വാശിയേറിയ പോരാട്ടം നടക്കാൻ പോവുകയാണ്. ഇവിടെ BJP-ക്കാർ പറയുന്നു BJP ജയിക്കുന്നു, UDF-കാർ പറയുന്നു UDF ജയിക്കുന്നു, LDF-കാർ പറയുന്നു LDF ജയിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നാടിന്റെ പൾസ് എന്താണ് ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാട്? നാടിന്റെ പൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ എല്ലാം മാറിക്കൊണ്ടിരിക്കല്ലേ. ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നല്ലതായ കാരണം എല്ലാവരും സത്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോ അതുപോലെ പുതിയ യൂത്തായ ആളുകൾക്കായാലും അതിനെ കുറിച്ചിട്ട് നല്ല വിവരമുണ്ട്. മുന്നേ ഉള്ളവരുടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ഈ TN പ്രതാപൻ പോലെയുള്ള ഒരു മുൻ MP അദ്ദേഹം ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാട്? അവരൊക്കെ ജയിച്ചു പോയാൽ തന്നെ എന്തെങ്കിലും വല്ല മരണ വീട്ടില അല്ലെങ്കിൽ കല്യാണ വീട്ടില അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. വേറെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒന്നിനും വരാറില്ല. ഇവിടുത്തെ റോഡിന്റെ സ്ഥിതിയും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ തന്നെയല്ലേ. അപ്പോൾ ഈ മൊത്തത്തിൽ ഈ മണലൂർ നിയോജക മണ്ഡലത്തിൽ ഒരുപാട് കർഷകരുള്ളൊരു പ്രദേശമാണ്. പല ഘട്ടങ്ങളിലായിട്ട് കർഷകർക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ചേച്ചിക്ക് തോന്നുന്നു? അത് പൂർണ്ണമായിട്ടും പരിഹരിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് കർഷകർ തന്നെയാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ പൈസ കിട്ടാൻ വരെ നമ്മൾ ലോൺ എടുക്കണ രീതിയിലാണ് നമുക്ക് അവർക്ക് തരുന്നതും. കുറെ വൈകിട്ടാണ് നമുക്ക് എല്ലാ കാശും പൈസയും ബാങ്കിലേക്കൊക്കെ വരാറ്. അതുപോലെ തന്നെ പല ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രവർത്തന കാര്യങ്ങളൊക്കെ ആളെണ്ണ മാർക്കാണ് ഇവിടെ കൂടുതൽ. അത് തീർച്ചയായിട്ടും ഞാൻ NDAക്ക് തന്നെയാണ്. സംശയമില്ല. ഇതെല്ലാം KK അനീഷ് കുമാറിനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അനീഷേട്ടന് അതിനുള്ള നല്ല കഴിവുണ്ട്, നല്ല വ്യക്തിത്വത്തിനുടമയാണ്. നമുക്ക് തീർച്ചയായും വിജയിക്കും തന്നെയാണ് പറയുന്നത്. ഞാൻ ഈ പ്രാവശ്യം ഇലക്ഷനിൽ നിന്നിരുന്ന ആളാണ്. ചെറിയൊരു വോട്ടുകൾക്കാണ് പോയത്. അത് കാരണം എനിക്ക് അത്രയും കറക്റ്റായിട്ട് പറയാനും പറ്റും. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ഷീന സുബ്രഹ്മണ്യൻ. ഈ മണലൂർ മണ്ഡലത്തിൽ വോട്ടറല്ലേ? അതെ അതെ. ചേച്ചി ഇവിടെ ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണല്ലോ. ജനങ്ങൾ ഇത്തവണ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നതാണ് ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാടിൽ മനസ്സിലാക്കുന്നത്? ഒരു സംശയമില്ല, NDA. അങ്ങനെ പറയാനുള്ള ഒരു BJP-ക്കാരി അതിന്റെ പേരിൽ പറയുന്നതാണോ? അതുകൊണ്ടൊന്നല്ല. എന്തായാലും ഇവിടെയുള്ള ആളുകളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. UDF-ന്റെ LDF-ന്റെ ഭരണം കൊണ്ട് യാതൊരു കാര്യവും ഇല്ലാന്ന്. അതുകൊണ്ട് എല്ലാവരും മാറി ചിന്തിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇത്ര നാളുകൊണ്ട് തന്നെ എത്ര മാറ്റങ്ങൾ വന്നു ഇവിടെ. ഇനിയും വരും മാറ്റങ്ങള്. ഇപ്പോൾ ഈ നിലവിൽ ഇവിടുത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി TN പ്രതാപൻ നിരവധി മത്സരങ്ങൾ നടത്തി പരിചയമുള്ള ഒരാളാണല്ലോ. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം ചേച്ചി എങ്ങനെയാണ് കാണുന്നത്? വെറും കടം, ഒന്നുമില്ല, ഒരു രക്ഷയില്ല, വേസ്റ്റ്. ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഈ ബഹളം മാത്രമേ ഉള്ളൂ. അത്ര തന്നെ ഉള്ളൂ, ഒരു കാര്യവും ഇല്ല. ഞങ്ങളുടെ നാട്ടുകാരനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഒരു ഉപകാരം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ അദ്ദേഹം ഒരുപാട് ന്യൂനപക്ഷ സംഘടനകളുമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയാണല്ലോ. അവരുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നല്ലാതും എല്ലാം പോയിന്ന് മനസ്സിലായപ്പോഴയാൾ മറ്റുള്ളവരെ കൂട്ടുപിടിക്കാൻ നോക്കണതാണ്. അതും വെറുതെ ആയിരിക്കാനാണ് സാധ്യത. ഈ MP ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം മണലൂർ നിയോജക മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തായിട്ട് അറിയുമോ? എന്റെ അറിവിലൊന്നുമില്ല. ഇല്ല. ആള് പരാജയമാണ്. 100%. ഈ BJP-യുടെ സ്ഥാനാർത്ഥി KK അനീഷ് കുമാറിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. സംശയമില്ല, ഫുള്ള് 100%. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ യൂത്ത് അവര് വരട്ടെ, ചെറിയ ആളുകൾ വരണം, പുതിയ ആളുകൾ വരാൻ വേണം. NDAയുടെ സ്ഥാനാർത്ഥികളും പിന്നെ MP-മാരും MLA-മാരും എല്ലാവരും വരട്ടെ. ഇനി എന്താണ് നമ്മൾ കാണിക്കാൻ പോണെന്ന് അവർ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഒരു പുതിയ മാറ്റത്തിനായിട്ട് ഞങ്ങള് NDA സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കാൻ തന്നെ തയ്യാറായിരിക്കും. പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിലാണ്. അതെ.